മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച അഡ്വക്കേറ്റ് ബേലിൻ ദാസ് പ്രതിയായ കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിൽ വാദം കേട്ടെങ്കിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ഉപാധികളോടെ ജാമ്യം നൽകണമെന്ന പ്രതിയുടെ വാദം കോടതി തള്ളുകയും ചെയ്തു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 12ാം കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആദ്യം കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് അവധിയിലായതിനാലാണ് ജാമ്യാപേക്ഷ 11ാം കോടതിയിൽ നിന്ന് 12ാം കോടതിയിലേക്ക് മാറ്റിയത്. വിനോദ്, കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ഷാമിലിയുടെ വാദം വ്യക്തമായി വിശദമായി കോടതി കേട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നലെ കോടതിയിൽ നടന്നത്? നാളെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? കഴിഞ്ഞ ദിവസം കോടതി വാദം കേട്ടിരുന്നു. അതായത് CJM കോടതി 11ലേക്കാണ് ഇത് വെച്ചിരുന്നത്. കോടതി അവധിയായതുകൊണ്ട് 12ലേക്ക് മാറ്റി. കോടതി 12ലേക്ക് മാറ്റുന്നു. ആ കോടതി ഇന്നലെ കൃത്യമായി വാദം കേട്ടു. പക്ഷെ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെയും ഇന്നും കൂടി ബേലിൻ ദാസ് ജയിലിൽ കഴിയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് ഭാഗവും അവരുടെ വാദങ്ങൾ കൃത്യമായി പറഞ്ഞു. ഷാമിലിയുടെ അവസ്ഥ നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കണ്ടതാണ്. മുഖത്ത് ഏറ്റ പാടുകൾ, അത് മർദ്ദനത്തിനുണ്ടായ പാടുകൾ, അത് തന്നെ ഏറ്റവും വലിയ തെളിവായി നിലനിൽക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ബേലിൻ ദാസിന് വേണ്ടി ഉള്ള വാദം, അതിൽ പറയുന്നത് ബേലിൻ ദാസിനെ ഷാമിലി ആദ്യം മർദ്ദിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ണട അടിച്ച് തറയിലിടുന്നു. അദ്ദേഹത്തിന് കാഴ്ച പ്രശ്നമുള്ള ആളാണ്. ഈ ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള തർക്കം, അതിലേക്ക് ബേലിൻ ദാസിനെ വലിച്ചിഴച്ചു. ദിലീപ് സത്യനാണ് ബേലിൻ ദാസിന്റെ അഭിഭാഷകൻ. നമുക്കറിയാം, ജെൻസൺ കേഡൽ രാജ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ആളാണ് ദിലീപ് സത്യൻ. ദിലീപ് സത്യൻ ഇന്നലെ ഈ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ, അതായത് ബേലിൻ ദാസിന് ചികിത്സ തേടിയതിന്റെ രേഖകൾ, അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ തരത്തിൽ ഷാമിലിയും തിരികെ മർദ്ദിച്ചു, അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി എന്ന കാര്യമാണ് പ്രധാനമായും പ്രതിഭാഗം ആ കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി അതിൽ അന്തിമമായ ഒരു വിധി പറഞ്ഞില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജാമ്യം കൊടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് നാളത്തേക്ക്, തിങ്കളാഴ്ചയിലേക്ക് ഈ കേസിൽ വിധി പറയുന്ന കാര്യം മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിട്ട് ഷാമിലിയുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അഭിഭാഷകരുടെ ഗ്രൂപ്പിലിട്ടതാണ്. വലിയ ഒരുപാട് പ്രതീക്ഷിച്ച സഹപ്രവർത്തകർ അവരൊന്നും തന്നെ തന്റെ കൂടെ നിന്നില്ല എന്നൊരു പരാതി പെൺകുട്ടി പറയുന്ന ഒരു നിലയും ഉണ്ടായി. അഭിഭാഷകരിൽ ഒരു വിഭാഗം തനിക്ക് നീതി നൽകുന്നതിന് എതിരായി നിൽക്കുന്നു, അല്ലെങ്കിൽ തന്റെ ഭാഗം കേൾക്കുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരക്കാതെ കഥകൾ മെനയുകയാണ് എന്നൊക്കെ ഷാമിലി വേദനയോടെ പറയുന്ന ഒരു ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ വൈകുന്നേരം ഷാമിലി പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമല്ല, തനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു വൈകാരിക നിമിഷത്തിൽ അത് പറഞ്ഞതാണ്. ധാരാളം ആളുകൾ തനിക്കൊപ്പമുണ്ട്, തനിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഏതായിരുന്നാലും ഈ കേസിൽ ഇനി വിധി എന്തായാലും, ജാമ്യവിധിയിൽ കോടതി എന്ത് ഉത്തരവ് പറഞ്ഞാലും തന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിക്ക് പരിഹാരമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, തന്റെ കേസുമായി താൻ മുന്നോട്ട് പോകും. ഏതായിരുന്നാലും ഇതുവരെയുള്ള നടപടികളിൽ തൃപ്തയാണ് എന്ന കാര്യം ഷാമിലി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. തീർച്ചയായും. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.